ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഒരു മഞ്ഞിൽ വിരിഞ്ഞ പൂവിൻ്റെ കഥ പറയാൻ വന്നതാണ്. മഞ്ഞിൽ വിരിഞ്ഞ പൂവിൻ്റെ കഥ. മഞ്ഞിൽ വിരിഞ്ഞ പൂവിന് ആകെ ജയിച്ചത് 3 സിനിമ. വേറെ ഒന്നും ജയിച്ചിട്ടില്ല. അതുമാത്രം എന്തോ ഒരു വർഷത്തിൻ്റെ കണക്ക് പറയുന്നുണ്ട്, 2010 ശേഷം എന്നെങ്ങാനാണ് പറയുന്നത്. മലയാളി വാർത്ത എന്ന ചാനലിൽ കെ.എം. ഷാജഹാൻ, കെ.എസ്. വിജയാനന്ദ്, ഇവർ രണ്ടാളും ചെറുപ്പക്കാരാണ്, വളരെ ചെറുപ്പക്കാരാണ്. മഞ്ഞിൽ വിരിഞ്ഞ പൂവായ മോഹൻലാൽ പടുക്കളവന. ഈ വാർത്ത വായിക്കുന്ന, ഈ വീഡിയോ ഇറക്കുന്ന രണ്ടും നല്ല യൗവനയുക്തമായ ആൾക്കാരാണ്. ഞമ്മക്ക് വലിയ വിവരമൊന്നുമില്ലേ, എന്തല്ലോ പൊട്ടത്തരം വിളിച്ച് പറയൂ, അതങ്ങ് കേൾക്കാൻ നിങ്ങൾ തയ്യാറാണോ? മോഹൻലാലിന് ആകെ ജയിച്ചത് 3 സിനിമ. ഡയറക്ടർ ആരാന്നറിയോ? അയാളൊരു പെയിൻറ്റിൽ പാട്ടയും പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇൻസൾട്ടിങ് അല്ല, ആവശ്യമാണ്. ദൃശ്യം നേര്, എന്താ പറയുക. പിന്നെ ഒരു ലൂസിഫർ മാത്രം, പിന്നെ ഒന്നും വിജയിച്ചിട്ടില്ല. ഇയാളിത് നാട്ടിലാണ് ജീവിക്കുന്നത്, കേരളത്തിൽ തന്നെയാണ്. ഷാജഹാനാണ് ചോദിക്കുന്നത്. മിസ്റ്റർ കെ.എം. ഷാജഹാൻ, താങ്കൾ കേരളത്തിൽ തന്നെയാണോ ഉള്ളത്? വേറൊരു പാടും അറിയില്ല മോഹൻലാലിൻ്റെ വിജയം കൊയ്ത്? നരൻ എന്തേ പൊട്ടിപ്പോയതാ? ഇന്നും ഞാൻ പാട്ട് കേട്ട് ടൗണിൽ നിന്ന് എന്തോ ആഹ്ലാദത്തിന് നരൻ്റെ പാട്ട്, മുരുകന വേൽ മുരുക. അതോ അതിനപ്പുറം ഇന്നും പല കുട്ടികളുടെയും മനസ്സിൽ ആരുണ്ടാകും? പുലിമുരുകൻ അറിയാണ്ട് പോണ്ട. എത്ര പടങ്ങൾ പൊട്ടിയിട്ടുണ്ട്. ശരിക്കും പഠിക്കുക സിനിമയുടെ ചരിത്രം. രാമു കാര്യമായിട്ട് ഒരു സിനിമയാണോ വിജയിപ്പിച്ചത്? ഒരേ ഒരു സിനിമ, ചെമ്മീൻ മാത്രം. അതിന് തൊട്ട് ശേഷം ദ്വീപെടുത്ത് പൊട്ടിപ്പൊളിഞ്ഞ് ഒരു കുട്ടി പോലും കാണാനുണ്ടായിട്ടില്ല ദ്വീപ്. എന്തെല്ലോ ചിലക്കാണ്, ഇങ്ങനെ പറയാം, ചിലക്കുക എന്നിങ്ങനെ അല്പം അറിവും വെച്ചിട്ട് എന്തൊക്കെയോ വിഡിത്തരങ്ങൾ വിളമ്പുന്നു. പിന്നെ സിനിമയുടെ പിന്നാമ്പുറ കഥകൾ, ഇത് പണ്ടും ഉണ്ട്, ഇന്നും ഉണ്ട്, ഇനി ഇത് നാളെയും ഉണ്ടാവും. ഇപ്പോൾ നിവിൻ പോളിക്ക് എതിരായിട്ട് അല്ലേ എന്തോ കള്ളക്കേസ്. ഈ 10 കൊല്ലം 15 കൊല്ലം കാത്തു നിൽക്കണം നടികൾക്ക് ഓൺ സ്പോട്ട് പ്രതികരിച്ചൂടെ? ഏതോ ഒരു നല്ല സുന്ദരിയായ നടി പറഞ്ഞിരുന്നു, പെരിച്ചേരി ചാടി പോകണം. എന്തിന്? കാശ് വേണം, പ്രശസ്തി വേണം. അപ്പോഴൊക്കെ എന്തൊക്കെയോ സംഭവിക്കുന്നു. ഇതിൽ നമുക്ക് ജനങ്ങൾക്കൊന്നും ഒരു പങ്കുമില്ല. നാടൻ ഭാഷയെ പറഞ്ഞാൽ ജനങ്ങൾ സിനിമ കാണുന്നു, ആഹ്ലാദിക്കുന്നു, തിരിച്ചു പോരുന്നു. അതെങ്ങനെ ഉണ്ടാക്കി, എപ്പോൾ ഉണ്ടാക്കി, ആരുണ്ടാക്കിയെന്നൊന്നും അന്വേഷിക്കാൻ ജനങ്ങൾക്ക് സമയമില്ല എൻ്റെ സുഹൃത്തെ. ആ കാണുന്ന സമയത്തുള്ളൊരു സന്തോഷം പങ്കുവെക്കുന്നു, പോകുന്നു. പിന്നെ ഈ സ്ത്രീയും പുരുഷനും എവിടെ സമ്മേളിക്കുന്നോ അവിടെ ഇതുപോലത്തെ പല കാര്യങ്ങളുണ്ടാവും. അത് ഇവിടെ മാത്രമല്ല, സിനിമയിൽ മാത്രമല്ല, ലോകത്ത് എല്ലടിക്കുണ്ടാവും, സർവ്വടിക്കുണ്ടാവും. അതിനകത്ത് നല്ല മനുഷ്യരുണ്ടാവും, നെറിയട്ട മനുഷ്യരുണ്ടാവും, പല രീതിയിലുണ്ടാവും. സമൂഹം എന്ന് പറഞ്ഞാൽ അതാണ്. ഇതാർക്കും നേരെയാക്കാനൊന്നും പറ്റില്ല. ചില ജീനിയസിനായിരിക്കും, വലിയ ജീനിയസായിരിക്കും ആൾ. പക്ഷേങ്കിൽ ചില ജീനിയസിനെന്താ കുഴപ്പം? അവർക്ക് വിശേഷത കുറവായിരിക്കും. ചിലർ, എല്ലാവരും അല്ല. നമ്മുടെ ഇന്നത്തെ ഈ ലോകത്തിൻ്റെ അതായത് ലോകം ഇത്രയും പുരോഗമിക്കാൻ വേണ്ടിയുള്ള ആ കഴിഞ്ഞതിൻ്റെ നൂറ്റാണ്ടുകളിലൊക്കെ എന്തൊക്കെയോ പരീക്ഷണം നടത്തിയ വലിയൊരു മനുഷ്യൻ ഒരു നായ്ക്കൂടുണ്ടാക്കുമ്പോൾ പറഞ്ഞതെന്താ? ഒരു വലിയ ഒരു അമ്മയും കുട്ടിയും നായ്ക്കുട്ടികൾ അവർക്കൊരു കൂടുണ്ടാക്കാൻ പറഞ്ഞതാ. ഒരു വലിയ വട്ടം ഉണ്ടാക്കണം, ചെറിയ വട്ടം ഉണ്ടാക്കണം. ചെറിയ വട്ടം ചെറിയ ഡോറ്, ഒരു വലിയ ഡോറ് വലിയ നായ്ക്ക് അടക്കാൻ, ചെറിയ ഡോറ് ചെറിയ നായ്ക്ക് അടക്കാൻ. അതാണ് ആ ശാസ്ത്രജ്ഞൻ നിർദ്ദേശം കൊടുത്ത് ഉണ്ടാക്കിച്ചത്. അങ്ങനെ പലതും ഉണ്ട്, പല കാര്യങ്ങളുമുണ്ട്. എന്തിനധികം പറയുന്നു, എനിക്കറിയുന്നൊരു കഥാകൃത്തുണ്ട്. അങ്ങേര് മോശമില്ലാതൊരു കഥ എഴുതി, അത് പ്രസിദ്ധീകരിച്ചു കലാകൗമുദിയുടെ കഥാമസികയിൽ. ആ കഥാമസികയിൽ അന്ന് കാലത്ത് 1981 കാലത്ത് ആ കഥയ്ക്ക് എം കൃഷ്ണൻ നായർ എന്ന പ്രമുഖൻ
എന്തെഴുതി അതിനൊരു എന്താ പറയുക, വിമർശനം. ഇത്രയും വങ്കത്തരം പിടിച്ച വിമർശകന്മാർ കേട്ടാൽ ലജ്ജ തോന്നും. അതിൻ്റെ ഇന്നറിലേക്ക് കിടക്കുമ്പോൾ ആ വിഷയം നമുക്ക് വിട്ടേക്കാം. ഇപ്പോൾ ഇവിടുത്തെ വിഷയം മോഹൻലാലിനെ എത്രത്തോളം അധിക്ഷേപിക്കാൻ പറ്റുമോ അത്രത്തോളം നീചമായ വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തെ കുളിപ്പിക്കുകയാണ്. ആ മഞ്ഞിൽ വിരിഞ്ഞ പൂവിന് ഇതൊന്നും ബാധകമാവില്ല. പഠിക്കേണ്ടതാണ്. ആരോ ഒരാൾ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു, ഭഗവാൻ തന്നെ, മോഹൻലാൽ എന്നാൽ ഭഗവാൻ തന്നെ, ഭഗവാന്റെ നടയിൽ ഭഗവാൻ വന്നു. എവിടെ? ഗുരുവായൂർ. ഒയ്യോ, മോഹൻലാൽ പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു പറ്റ സ്ത്രീകൾ പിന്നാലെ ഓടി ഒന്ന് കാണാൻ, ഒന്ന് തൊടാൻ. പഠിക്കൻ്റെ സുഹൃത്തെ, ഞാനും ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ നരച്ചല്ലോ, എല്ലാവർക്കും നര വീണ്. അന്നേരം നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ പൂർണ്ണ അറിവ് കിട്ടിയിട്ട് വേണം പറയാൻ. മോഹൻലാൽ തിളങ്ങും, ഇനിയും തിളങ്ങും. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.